എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതികളിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. മാർച്ച് 25 മുതൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടില്ല. ഈസ്റ്റർ വിഷു പ്രമാണിച്ചുകൊണ്ടുള്ള അധിക ഗഡു ഉൾപ്പെടെയുള്ള 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുവാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പുതുക്കിയ തീരുമാനപ്രകാരം മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ തുകകൾ ഒരുമിച്ചായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ വിതരണം മാർച്ച് 31 തീയതിയോടുകൂടി മാത്രമേ സംസ്ഥാനത്ത് ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിതരണത്തിൽ ഈ ഒരു മാറ്റം വരുവാൻ പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് 25-ന് ഒരു വിതരണവും തൊട്ടടുത്ത വിതരണവും നടത്തുന്നത് ഉദ്യോഗസ്ഥർക്ക് പ്രായോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് 2 ആഴ്ച അടുപ്പിച്ച് വിതരണത്തിന് പോകേണ്ടി വരുന്നതാണ്. ഇത് ഒഴിവാക്കാനാണ് തുക ഹോൾഡ് ചെയ്ത് ഒരുമിച്ച് വിതരണം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാരണം തികച്ചും രാഷ്ട്രീയപരമാണ്. അതായത് ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് ഇത്തരത്തിൽ 4000 രൂപ ലഭിക്കുമ്പോൾ നിലവിലുള്ള സർക്കാരിന് അത് വലിയ അനുകൂല ഘടകമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഘടകം കൂടി ഇതിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, മറ്റ് ഗുണഭോക്താക്കൾക്ക് 5 മാസത്തെ കുടിശ്ശിക തുകയായിട്ടുള്ള 8000 രൂപയുടെ വിതരണം ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു തുക തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കും നിലവിൽ 18 മാസം പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിലും ഇപ്പോൾ 5 മാസത്തെ തുക മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കുടിശ്ശിക തുക ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നാണ് അധികൃതർ ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും തുക കൈമാറുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 5 മാസത്തെ തുക അയച്ചു തുടങ്ങിയതായിട്ടും വരും ദിവസങ്ങളിൽ എല്ലാവർക്കും ഇത് ലഭ്യമാകുമെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തുക ലഭിക്കാത്തവർ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നാളെയോ മറ്റന്നാളോ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.